രാവിലെ ഇവിടെ ദോശ കേട്ടോ. മാവൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. സാധാ ദോശയല്ല, ഈ ദോശയ്ക്കൊന്നൊരു ചെറിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. കുറച്ച് നാളായിട്ട് ഇങ്ങനെ വീഡിയോസിൽ കാണുമ്പോഴൊക്കെ വിചാരിക്കേണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. പക്ഷെ പറ്റണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ ബീട്രൂട്ട് എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. ഇങ്ങനത്തെ പരീക്ഷണങ്ങളുടെ പിന്നാമ്പുറത്തുള്ളത് മേമ കേട്ടോ. മേമ ഇത് എൻ്റെത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, നല്ല രസമുണ്ടല്ലേ കളർ. ഇങ്ങനെ ആ വൈറ്റിൽ ആ പിങ്കിഷ് കളർ വരുമ്പോൾ നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ മിക്സായി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം നമുക്ക് വേഗം ചുട്ടെടുക്കാം കേട്ടോ. നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ദോശത്തവയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനായാലും മേമയും രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വയ്ക്കും കേട്ടോ. നല്ല രസമല്ലേ രാവിലെ പാട്ടൊക്കെ വെച്ചിട്ട് അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ദോശ ഇങ്ങനെ ആവി പറന്നത് വെന്ത് വരുന്നുണ്ട്. കൊള്ളാം കേട്ടോ, കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. മേമ അതിൻ്റെ പുറത്തോടെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂക്കി കൊടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് മൊരിഞ്ഞു വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം അങ്ങനെ നമ്മുടെ ദോശകളൊക്കെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി കൂട്ടിയിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. 2 ചെറുള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് നാരങ്ങയും വെച്ചിട്ടുള്ള വെള്ള ചട്നി കേട്ടോ. അതിലേക്ക് എന്നിട്ട് ഉള്ളിയും കടുകും കൂടി താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മേമ എന്തായാലും ദോശയും ചട്നിയൊക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ ആ ഗ്യാപ്പിൽ ഇടയ്ക്കൊന്ന് അടിച്ചുകൊണ്ട് പോയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.